الله وبركاته. بسم الله الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. قال النبي صلى الله عليه وسلم: لا يؤمن أحدكم حتى أكون من والديه ووالده والناس أجمعين على محمد صلاة الأبرار صلى عليه طيبون الأخيار وكنت قوامي بك بالأسرار يا ليت شعري منايا والأنوار. قال محمد صلى الله عليه وسلم. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, എന്റെ ശബ്ദം ശ്രമിക്കുന്ന ശ്രോതാക്കളെ, അള്ളാഹു നമ്മെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടിയതുപോലെ വളരെയേറെ പുണ്യമേറിയ ലോകത്തിന്റെ ഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മങ്ങളുടെ അനുഗ്രഹീതമായ റബീഉൽ അവ്വൽ മാസത്തിലാണല്ലോ നാം എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു നമ്മെ ഇതുപോലെ നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. നിങ്ങൾക്ക് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി കൂടുതലൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നാലും എന്റെ അവിടുത്തെ ജീവിതത്തിനകത്ത് നോക്കി ഞാൻ അവസാനിപ്പിക്കാം. പ്രിയപ്പെട്ട സഹപാഠികളെ, സൂറത്തുൽ ആൽ ഇംറാനിൽ പടച്ചറബ് പറയുന്നു: നബിയേ, അങ്ങ് പറയുക, നിങ്ങൾ ആരെങ്കിലും അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അവൻ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുക തന്നെ ചെയ്യും. നിങ്ങൾ ആരെങ്കിലും അല്ലാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ അവൻ പിൻപറ്റുക തന്നെ ചെയ്യും. ഒരാൾ മറ്റൊരാളെ സ്നേഹിക്കാൻ ഉണ്ടാകുന്ന കാരണങ്ങൾ മൂന്നെണ്ണമാണ്. ഒന്ന്, സൗന്ദര്യ ബാഹ്യ ഗുണമുള്ള ഒരാളെയാണ് നാം സ്നേഹിക്കുക. വിരൂപിയായ ഒരാളെ ആരും തന്നെ സ്നേഹിക്കുകയില്ല. രണ്ട്, ആത്മീയമായ വിദ്യാഭ്യാസം അയാൾക്ക് എത്രത്തോളം ഉണ്ടെന്ന് നോക്കും. ആത്മീയമായ വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാളെ നാം സ്നേഹിക്കുക തന്നെ ഇല്ല. മൂന്നാമത്തേതായി നോക്കുമ്പോൾ തനിക്ക് അയാളിൽ നിന്ന് എന്ത് നന്മയാണ് നമുക്ക് ലഭിച്ചത് എന്ന് നാം നോക്കും. ഈ മൂന്ന് ഗുണം ഒത്തൊരുങ്ങി ഒരാൾ ലോകത്തുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹപാഠികളെ, അതെന്റെ നിങ്ങളുടെ നേതാവേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. സൗന്ദര്യമില്ലേ മുസ്ലിമിക്ക്? സൗന്ദര്യത്തിന്റെ വിഷയത്തിൽ നമ്മുടെ അടിപൊട്ടും പറയില്ല, മുൻപന്തിയിൽ തന്നെയാണ്. അതിന്റെ ചരിത്രത്തിലേക്ക് ഞാൻ പോകുന്നില്ല. എന്നാൽ രണ്ടാമതായി ആത്മീയമായുള്ള വിദ്യാഭ്യാസമാണെങ്കിൽ മുത്തനബി നമുക്ക് പകർന്നു തന്ന നന്മകളല്ലേ ഇന്ന് ലോകത്ത് അവശേഷിക്കുന്നതും നാളെ വരാനിരിക്കുന്നതും. മൂന്നാമത്തതായി തനിക്ക് ലഭിച്ച നന്മകളാണെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് വഫാത്തിന് ശേഷം നമുക്ക് നന്മ മാത്രമല്ലേ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പകർന്നു തന്നിട്ടുള്ളൂ. മത്സരം കത്തിച്ചരിക്കുന്ന സൂര്യനിധിയെ നിലത്തേടി അറിയുന്ന മാനവകൾ ഒന്നടങ്ങോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ശുപാർശ തേടുന്ന സമയത്ത് എല്ലാ പ്രവാചകന്മാരും കൈയൊഴിയുന്ന സമയത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ് നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുക. പ്രിയപ്പെട്ട സഹപാഠികളെ, ഞാൻ ചുരുക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാഥാർത്ഥ്യമായി ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ സ്നേഹിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ശ്രമിക്കുന്നു.